ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു. ഒരു അരമണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോയിൽ ഷെയർ മാർക്കറ്റ് എന്താണ്, ഷെയർ മാർക്കറ്റ് എങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൂലധനം എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ ബ്രീഫ് വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയായി ഇന്ന് ഷെയർ മാർക്കറ്റിൽ നമുക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുക, അവിടെ നമ്മൾ എന്തൊക്കെ നിബന്ധനകളാണ് പാലിക്കേണ്ടത്, എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിൽ പ്ലേ ചെയ്യാൻ പറ്റുന്നത്, അപ്പം അതിനെക്കുറിച്ചൊക്കെ ചെറിയ ചില സൂചനകളാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഷെയർ മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ പ്ലേ ചെയ്യാമെന്ന് പഠിക്കാം. ഇവിടെ നമുക്കറിയാം, ഷെയർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആ വീഡിയോയിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, രണ്ട് തരത്തിലുള്ള മാർക്കറ്റുകളുണ്ട് നമുക്ക്. അതിൽ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രാഥമിക വിപണി അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് എന്നും, രണ്ടാമത്തെ മാർക്കറ്റിനെ നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ മലയാളം ദ്വിതീയ മാർക്കറ്റ് എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൈമറി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റിലും നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കമ്പനി അതിൻ്റെ പ്രൈമറി ഇഷ്യൂ അല്ലെങ്കിൽ ഇനിഷ്യൽ ഇഷ്യൂ നടത്തുന്നത് അതിൻ്റെ പ്രൈമറി മാർക്കറ്റിലാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട്. അവിടെ നമ്മൾ സാധാരണ കേസിൽ ഷെയർ എടുത്തു കഴിഞ്ഞാൽ ആ ഷെയർ പിന്നെ ആ കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ മാത്രമേ കമ്പനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ, പൈസ കിട്ടുകയുള്ളൂ. മറിച്ച് ഈ ഷെയർ എടുത്തിരിക്കുന്ന ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാലാകാലങ്ങളിൽ ഈ ഷെയർ വിൽക്കണം അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യണമെങ്കിൽ അവർക്ക് പോകേണ്ട മാർക്കറ്റ് എന്ന് പറയുന്നത് സെക്കൻഡറി മാർക്കറ്റാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ എങ്ങനെയാണ് ഷെയറുകൾ ട്രേഡിംഗ് നടത്തുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആരെയാണ് നമ്മൾ സമീപിക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായ സംശയങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇന്ത്യയിൽ ഏകദേശം 24ഓളം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്. അതിൽ വളരെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള 6 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് നമുക്കുള്ളത്. അതിൽ തന്നെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതെന്തിനാണ് ഞാൻ ഇപ്പോൾ വീണ്ടും പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഷെയർ മാർക്കറ്റിൽ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇതൊന്നുകൂടെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ഷെയർ മാർക്കറ്റിൽ അതിന് ചില സൂചികകളുണ്ട്. ആ സൂചികകൾ നോക്കിയാണ് നമ്മൾ ഷെയറിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷെയറിന്റെ സൂചികകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചിക എന്ന് പറയുന്നത് സെൻസെക്സും, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചിക എന്ന് പറയുന്നത് നിഫ്റ്റിയുമാണ്. ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. നമ്മൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് വളരെ വലിയ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. 1875 ഇത് ഫോം ചെയ്തത്. അപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം വലിയ കമ്പനികൾ, ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഷെയർസ് മാത്രമാണ് നമുക്കിവിടെ ട്രേഡ് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ ഡീൽ ചെയ്യാൻ കഴിയുക. എന്നാൽ താരതമ്യേന ചെറിയ ചെറിയ കമ്പനികൾക്ക് അവിടെ ഷെയറുകൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്താനോ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്ന് റെക്കമെൻഡ് ചെയ്ത് അവരുടെ ഫൈനാൻസിങ്ങിന്റെ അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ 1992 ഒരു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ ആസ്ഥാനമായി വന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും രണ്ടും നിലനിൽക്കുന്നത് ബോംബെയിലാണ്. നമുക്കറിയാം, ബോംബെയിൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിൽക്കുന്ന സ്ഥലത്ത് വിളിക്കുന്ന പേര് ദലാൽ സ്ട്രീറ്റ് എന്നാണ്. ദലാൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റിലാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ നമ്മൾ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യണമെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. പണ്ടൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുവലായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്ലേ ചെയ്യുന്ന ചില രജിസ്റ്റേർഡ് ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ബ്രോക്കേഴ്സിലൂടെയാണ് നമ്മൾ സാധാരണ കേസിൽ ഷെയറുകൾ ട്രേഡ് ചെയ്തിരുന്നത്. നമുക്ക് ആവശ്യമുള്ള ഷെയർ ഏതൊക്കെയാണോ ആ ഷെയറുകൾ നമ്മൾ ബ്രോക്കറോട് പറയും. ബ്രോക്കർ നമുക്ക് വാങ്ങിച്ച് അതിന് മെറ്റീരിയൽ ഫോമിലേക്ക് സർട്ടിഫിക്കറ്റ് തരിക ചെയ്യുന്നത്. അന്നത്തെ ആ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഷെയറുകൾ വാങ്ങുന്ന സമയത്ത് ലോട്ടായിട്ടേ ഷെയറുകൾ വാങ്ങാൻ പറ്റൂ. കാരണം ഒരു ഷെയറോ 2 ഷെയറോ ഒന്നും വാങ്ങാൻ പറ്റത്തില്ല. പകരം 100 ഷെയറിന്റെ ലോട്ടുകളായിട്ടാണ് വാങ്ങാൻ പറ്റുന്നത്. കാരണം ഷെയർ വാങ്ങിയാൽ ഉടനെ തന്നെ അതിനകത്ത് ഒരുപാട് പേപ്പർ വർക്കുണ്ട്.
ഷെയർ വാങ്ങുന്ന സമയത്ത് അത് കൈമാറ്റം ചെയ്യേണ്ടി വരും. ആ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് ഷെയർ സർട്ടിഫിക്കറ്റുകൾ അവിടെ ഇരുന്ന് എഴുതി നമുക്ക് ഷെയർ വാങ്ങുന്ന ആളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ പേപ്പർ വർക്ക് എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള പേപ്പർ വർക്കുകളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 1-2 ഷെയറുകൾ വാങ്ങുക പ്രായോഗികമായിരുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ. എന്നാൽ 1995 കാലഘട്ടമായപ്പോഴത്തേക്ക് ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ ട്രേഡിംഗ് വരാൻ തുടങ്ങി. അപ്പോൾ എന്താണ് ഈ ഓൺലൈൻ ട്രേഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇലക്ട്രോണിക്സ് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് ഓൺലൈൻ ട്രേഡിംഗ്. അപ്പോൾ ഈ ഓൺലൈൻ ട്രേഡിംഗ് വന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഷെയർ സർട്ടിഫിക്കറ്റുകളോ ഷെയർ വാറണ്ടുകളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഷെയർ വാങ്ങുന്നതിന്റെ തെളിവ് എന്ന് പറയുന്നത് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് രൂപത്തിലൊന്നുമില്ല. ഇതിനെ ഡീമെറ്റീരിയലൈസ് ചെയ്തു, ഡീമെറ്റീരിയലൈസേഷൻ ഫോം വന്നു. അപ്പോൾ എന്താണ് ഈ ഡീമെറ്റീരിയലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്യൂബർസമായിട്ടുള്ള പേപ്പർ വർക്കുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഓൺലൈനിലൂടെ തന്നെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഷെയറിന്റെ പൊസിഷൻ കൈവശാവകാശം മാറ്റുന്ന സംവിധാനത്തെയാണ് നമ്മൾ ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഷെയറിന്റെ ഡീമെറ്റീരിയലൈസേഷൻ നടത്തി ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ ട്രേഡിംഗ് വന്നതോടുകൂടി നമുക്ക് 1 ഷെയർ 2 ഷെയർ ഒരു ഷെയർ ഹോൾഡർക്ക് എത്ര വേണമെങ്കിലും വാങ്ങാം. ഒരു ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഷെയറാണോ അയാൾക്ക് ആവശ്യം, തീർച്ചയായിട്ടും അയാൾക്ക് 1 ഷെയറോ 2 ഷെയറോ 100 ഷെയറോ 10,000 ഷെയറോ അദ്ദേഹത്തിന് ഈസിയായിട്ട് വാങ്ങാൻ പറ്റും. കാരണം ഓൺലൈൻ ട്രേഡിംഗ് ആണ്. അപ്പോൾ ഈ ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ നമുക്ക് എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിലേക്ക് പ്ലേ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഷെയർ മാർക്കറ്റിന്റെ കംപ്ലീറ്റ് ഡീലിങ്സ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഡീൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, നാഷണൽ ഡെപ്പോസിറ്ററി സെക്യൂരിറ്റി ലിമിറ്റഡ് എന്ന് പറയുന്ന ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. NSDL എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്, നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. നമ്മളൊരു റിസർവ് ബാങ്കിന്റെ സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞാൽ അതേ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഈ NSDL എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെയാണ് ട്രേഡിംഗ് നടക്കുന്നതെങ്കിൽ പോലും ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് നേരിട്ട് ചെല്ലാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് ചെന്നിട്ട് അവിടെ അക്കൗണ്ട് തുറക്കാനോ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന വ്യക്തികളെയും അതുപോലെ NSDL-ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ബ്രോക്കേഴ്സ് ഉണ്ട്. ആ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് വ്യക്തികളല്ല, ഇപ്പം ചില സ്ഥാപനങ്ങളാണ്. അവരെ നമ്മൾ വിളിക്കുന്ന പേര് പാർട്ടിസിപ്പേറ്ററീസ് എന്നാണ്. പാർട്ടിസിപ്പേറ്ററി. അപ്പോൾ പാർട്ടിസിപ്പേറ്ററി എന്ന് പറയുന്ന ആൾക്കാരിലൂടെയാണ് നമ്മളത് ചെയ്യുന്ന NSDL-ൽ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ട്രേഡിംഗ് നടത്തണമെങ്കിൽ ആദ്യം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡെപ്പോസിറ്ററി എന്ന് പറയുന്ന പാർട്ടിസിപ്പന്റിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലും. ഈ പാർട്ടിസിപ്പന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ചില കമ്പനികളാണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ JRG എന്ന് പറയുന്ന കമ്പനിയുണ്ട്, അതുപോലെ തന്നെ ജിയോജിത്ത് എന്ന് പറയുന്ന കമ്പനികളുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്, ഷെയർ ബ്രോക്കേഴ്സ് ഉണ്ട്. അവരാണ് ഈ ട്രേഡിംഗ് നടത്താൻ നമ്മളെ സഹായിക്കുന്ന പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിലൂടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന NSDL-ൽ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മൾ പാർട്ടിസിപ്പേറ്ററിയെ സമീപിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വേണ്ടുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തു, അവിടെ നമ്മൾ പേരൊക്കെ രജിസ്റ്റർ ചെയ്തു. നമ്മൾ അവിടെ എന്താ ചെയ്ത അക്കൗണ്ടുകൾ നമ്മൾ ഓപ്പൺ ചെയ്തു. അതെല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ബാങ്ക് പാസ്ബുക്കിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മളവിടെ കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ ചെയ്യുന്ന, ഷെയറുകൾ വാങ്ങി വിൽക്കുകയും ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യുന്ന, അതിന്റെ വിൻഡോസ് നമ്മൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യുന്നതിന് ഒരു കോഡ് നെയിം കിട്ടും. അപ്പോൾ ആ കോഡ് നെയിമിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആ വിൻഡോ ഓപ്പൺ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സെക്യൂരിറ്റീസ് ഏതൊക്കെയാണോ നമ്മൾ ആ സെക്യൂരിറ്റീസ് നമ്മൾ ഈ വിൻഡോസിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിനകത്ത് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു മാക്സിമം 50ഓളം ഷെയറുകൾ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഏറ്റവും നല്ല ഷെയറുകൾ നോക്കി പഠിച്ച് നമ്മൾ ആ ഷെയറുകളെല്ലാം ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ദിവസവും ട്രേഡിംഗ് ആരംഭിക്കാം നമുക്ക്. അപ്പോൾ ട്രേഡിംഗ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ബാങ്കിൽ കിടക്കുന്ന അക്കൗണ്ടിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഡെപ്പോസിറ്റഡ് അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യണം. അതിനുള്ള ഓപ്ഷൻ അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മൾ എത്ര ഷെയറാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അത്രയും ഷെയറിന് നമ്മൾ ഓർഡർ കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പൈസ പൊയ്ക്കോളും. നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പാർട്ടിസിപ്പേറ്ററി എന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ പൈസ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഈ ഷെയർ വാങ്ങുന്നതിനകത്ത് പോകും. നമ്മളെ പേരിൽ ഹോൾഡിങ്സ് വരും. അപ്പം നമ്മളെ പേരിൽ ഇത്ര ഷെയർ നമുക്ക് കിട്ടി എന്നുള്ളത് അപ്പോഴത്തന്നെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷെയറുകൾ വാങ്ങാം, ഇഷ്ടമുള്ള ഷെയറുകളെല്ലാം വാങ്ങാം. അങ്ങനെ ഷെയറുകൾ വാങ്ങിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, പിന്നെ ഈ ഷെയറുകൾ വാങ്ങിയതിന് ശേഷം നമുക്കിഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള പ്രൈസ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഷെയറുകൾ വിൽക്കാം. അപ്പോൾ അതിലൂടെ നമ്മൾ ഓൺലൈനിൽ ആ മൊമെന്റിൽ തന്നെ നമുക്ക് ഓർഡറുകൾ പ്ലേസ് ചെയ്യാം. അതോടൊപ്പം തന്നെ സെല്ലിംഗ് ഓർഡറുകൾ കൊടുക്കാം. അപ്പോൾ ഓർഡറുകൾ പ്ലേസ് ചെയ്യും, ഓർഡറുകൾ നമ്മൾ സെല്ലിംഗ് ഓർഡറുകൾ കൊടുത്തുകൊണ്ട് ആ ട്രേഡിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നടത്താൻ പറ്റും. വളരെ വേഗം നമുക്ക് നടത്താൻ പറ്റും, നിമിഷങ്ങൾ കൊണ്ട് നടത്താൻ പറ്റും.
അപ്പോൾ ഒരു ഷെയറിൻ്റെ പ്രൈസ് എപ്പോഴാണോ ഇൻക്രീസ് ചെയ്ത് വരുന്നത് ആ നിമിഷം തന്നെ നമുക്ക് ഒരു സമയവും വേസ്റ്റ് ചെയ്യാതെ തന്നെ അപ്പോൾ തന്നെ ഷെയറുകൾ വാങ്ങാം. നമ്മൾ ആ റേഞ്ചിലേക്ക് എത്തുന്ന സമയത്ത് ആ ഷെയറിനെ വളരെ വേഗം തന്നെ നമുക്ക് നിമിഷം കൊണ്ട് തന്നെ ആ ഷെയറിനെ വിൽക്കുകയും ചെയ്യാം. അങ്ങനെ ഷെയർ മാർക്കറ്റിലെ ഷെയറിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ ഈ ഓൺലൈൻ ട്രേഡിംഗ് നമ്മളെ വളരെയേറെ സഹായിക്കും. ഇപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് വാങ്ങാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. മാത്രമല്ല അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെയറിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ ട്രേഡിംഗ് ഓപ്പണിംഗ് ഡേ സമയത്തുണ്ടാകുന്നതിൻ്റെ പ്രൈസ്, കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിലുണ്ടാകുന്ന പ്രൈസ്, അത് എത്ര പ്രാവശ്യമാണ് അതിനകത്ത് ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്ത്, അപ്പോൾ അതെല്ലാം നമുക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഷെയർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 9:15 അപ്പോൾ 9:15 മുതൽ 3:30 മണി വരെ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിംഗ് നടത്താം. അപ്പോൾ ഈ ട്രേഡിംഗ് നടത്തുന്ന സമയത്ത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുമുണ്ട്, ഇൻട്രാ ട്രേഡിംഗുമുണ്ട്. എന്താണ് ഇൻട്രാ ട്രേഡിംഗ് എന്ന് പറയുന്നത്? ഡേ ട്രേഡിംഗ് ആണ്. ഇപ്പം രാവിലെ നമ്മൾ ഷെയർ എടുത്തു കഴിഞ്ഞാൽ, ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അത് വിറ്റിരിക്കണം. അതാണ് ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡേ ട്രേഡിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ഷെയറിൻ്റെ ശരിക്കും ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് അടച്ചാൽ മതിയാവും. കൂടുതൽ ഷെയർ വാങ്ങാനുള്ള എമൗണ്ട് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ, ഫണ്ടിനേക്കാൾ കൂടുതൽ നമുക്ക് ഷെയർ വാങ്ങാനും ഒക്കെ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇൻട്രാ ഡേ അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡേ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് വാങ്ങുന്ന ഷെയർ അന്ന് തന്നെ വിൽക്കണം. അത് ചിലപ്പോൾ നമുക്ക് വളരെ റിസ്ക്കാണ്. കാരണം നമ്മൾ എടുക്കുന്ന ഷെയറിനെ സംബന്ധിച്ചിടത്തോളം 3:30 മണിയാകുമ്പോഴത്തേക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് ഏത് പ്രൈസിലാണോ ആ പ്രൈസിലാകുന്ന സമയത്ത് നമ്മൾ വിറ്റ് മാറണം. അതിന്ന് നമ്മൾ ക്യാഷ് അപ്പോഴെപ്പോഴെന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്ത് അത് വിറ്റ് മാറിയില്ല എങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഹോൾഡ് ചെയ്യാം. ദീർഘകാലത്തേക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ആ ഷെയർ നമ്മൾ എടുക്കാം, പക്ഷേ നമ്മുടെ പൈസ അവിടെ കിടക്കും എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഷെയർ മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്ലേ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഇത് നമുക്ക് കൃത്യമായിട്ട് അത് പഠിച്ചുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ കുറേ ദിവസം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു ധാരണ നമുക്ക് വരികയും ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും വീണ്ടും നമുക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ലാഭമുണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്ത് വേണം, ഓരോ കമ്പനിയും നമ്മൾ എടുക്കുന്ന ഷെയറുമായി ബന്ധപ്പെട്ട കമ്പനികളെക്കുറിച്ച് നമുക്ക് നന്നായി ഒരു ധാരണ വേണം. നല്ല അവയർനെസ് നമ്മൾ ഉണ്ടായിരിക്കണം. ആ കമ്പനിയെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കണം. ആ കമ്പനിക്ക് അതിൻ്റെ പേ ഔട്ട് റേഷ്യോ എത്രയാണ് നമ്മൾ നോക്കണം, ഡിവിഡൻഡ് ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റെബിലിറ്റി എന്താണ്, എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കതിനകത്തേക്ക് ലാഭമുണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അങ്ങനെ നമ്മൾ ഷെയറുകൾ വാങ്ങുന്ന സമയത്ത് പല പല ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ റിസ്കിനെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം, റിസ്കിനെ ലഘൂകരിക്കാം. അപ്പോൾ ഈ റിസ്കിനെ നമുക്ക് എങ്ങനെയാണ് ലഘൂകരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഷെയറുകൾ വാങ്ങുന്ന സമയത്ത് മാർക്കറ്റ് പ്രൈസിലാണ് നമ്മൾ ഷെയർ വാങ്ങുന്നത്. മാർക്കറ്റ് പ്രൈസിൽ വാങ്ങാൻ നമുക്ക് മാർക്കറ്റ് പ്രൈസ്. അങ്ങനെ മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ ഷെയർ വാങ്ങി, ഉദാഹരണത്തിന് ഞാൻ 100 രൂപ വിലയുള്ള ഒരു ഷെയർ വാങ്ങി എന്ന് സങ്കല്പിക്കുക നിങ്ങൾ. അപ്പോൾ 100 രൂപ വിലയുള്ള ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഈ ഷെയറിനെ സംബന്ധിച്ചിടത്തോളം ഷെയറിൻ്റെ പ്രൈസ് ഉയർന്നില്ല എങ്കിൽ ആ ഷെയറിനകത്ത് എനിക്ക് നഷ്ടം എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു മിനിമം എമൗണ്ട് നഷ്ടത്തിൽ ഞാൻ എന്ത് ചെയ്യണം, അതിനെ ലോക്ക് ചെയ്യണം. അപ്പോൾ മിനിമം എമൗണ്ട് ഞാൻ എന്ത് ചെയ്ത് ലോസ് ആവുകയാവും. വലിയ എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് എനിക്ക് നഷ്ടം വന്നാൽ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്സ് അതിനകത്ത് ഉപയോഗിക്കും. എന്താ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്? ഞാൻ യഥാർത്ഥത്തിൽ 100 രൂപ വിലയുള്ള ഷെയർ വാങ്ങിച്ചിട്ട് 90 രൂപയ്ക്ക് അത് ലോക്ക് ചെയ്യും. 90 രൂപ എന്ന് പറയുന്ന പ്രൈസിലേക്ക് വരുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് വിറ്റഴിക്കാനുള്ള സ്റ്റോപ്പ് ലോസ് ഓർഡർ ഞാൻ എന്ത് ചെയ്യും, ഞാൻ കമ്പനിക്ക് കൊടുക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ഈ 100 രൂപ വിലയുള്ള ഷെയറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഷെയർ അതിൻ്റെ വില കുറഞ്ഞ് പോകുന്ന സമയത്ത് ഞാൻ 90 രൂപയാണ് സ്റ്റോപ്പ് ലോസ് ഇട്ടിരിക്കുന്നതെങ്കിൽ 90 രൂപയിലേക്ക് എത്തുന്ന സമയത്ത് തീർച്ചയായും എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് വിറ്റ് പോകും. ഇനി അതേപോലെ തന്നെ ഷെയർ നമ്മൾ വിൽക്കാൻ നേരത്തെ ഷെയറിന്റെ പ്രൈസ് ഉയരുകയാണെങ്കിൽ നമുക്ക് ഉയരുന്ന പ്രൈസിലും ഒന്ന് ഫിക്സ് ചെയ്തിട്ട് ആ പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് അതിലേക്ക് എത്തുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വിൽക്കാം എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഇതിനകത്തുള്ള റിസ്കുകളെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്നത്. ഇവിടെ ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇത് ചാഞ്ചാട്ടമുള്ള ഒരു സംഭവമാണ്. ഓസിലേഷൻസ് ഭയങ്കരമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും നോക്കിയിരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ എന്താ ചെയ്യണം, ഓരോ ദിവസത്തെയും ഓപ്പണിംഗ് ഡേറ്റിലെയും ക്ലോസിംഗ് ഡേറ്റിലെയും റേറ്റ് എത്രയാണ്, പ്രൈസ് എത്രയാണെന്ന് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിട്ട് ആ പ്രൈസിൽ നമ്മൾ എത്ര പേരാണ് ഇന്ന് പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്നത്, അതുപോലെ നമ്പർ ഓഫ് പർച്ചേസേഴ്സും നമ്പർ ഓഫ് സെല്ലേഴ്സിനും നമ്മൾ നോക്കണം.
നമ്പർ ഓഫ് പർച്ചേസും നമ്പർ ഓഫ് സെല്ലേഴ്സും എന്ന് പറയുമ്പോഴത്തേക്ക് സെല്ലേഴ്സ് എന്ന് പറയുന്നത് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ വളരെ കൂടുതലുണ്ട് എങ്കിൽ ഷെയറിന്റെ പ്രൈസ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറിച്ചാണെങ്കിൽ ഷെയറിന്റെ പ്രൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ മാറ്റവും ഷെയർ മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യും. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ പോലും തീർച്ചയായും അതെന്ത് ചെയ്യും? ഷെയർ മാർക്കറ്റിൽ അത് പ്രതിഫലിക്കുമെന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് എന്ന് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ട്രേഡിംഗ് ആൾക്കാരുണ്ട്. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സും ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് പ്രശ്നമില്ല. അവർ വളരെ ഡീപ്പായിട്ട് ഇതെല്ലാം അനലൈസ് ചെയ്തതിനു ശേഷം അവർ വളരെ സമാധാനത്തിൽ ഷെയറുകൾ വാങ്ങിച്ചു വെക്കുകയും ആ ഷെയറിന് എപ്പോഴാണോ അവർ ഉദ്ദേശിക്കുന്ന വില വരുന്നത് അപ്പോൾ മാത്രമേ അവർ വിൽക്കത്തുള്ളൂ. കാരണം അവർക്ക് പ്രോഫിറ്റ് ഒന്നും അല്ല പ്രശ്നം. അവരെ ഫണ്ട് ലോക്ക് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. കാരണം അവർക്ക് ഇഷ്ടംപോലെ ഫണ്ടുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ഗ്രോ ചെയ്യുകയാണ്. അപ്പൊ അവരെ ക്യാപിറ്റൽ ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. പക്ഷേ സാധാരണ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് അതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഇൻകം കിട്ടാൻ വേണ്ടിയാണ്, റെഗുലർ ഇൻകം കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഓരോ സ്പന്ദനങ്ങളും ഓരോ ചേഞ്ചസും തീർച്ചയായും അതെന്താ ചെയ്യുന്നത്? ഇത് മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യും, പ്രതിഫലിക്കും. ഏതെങ്കിലും നമ്മളെ രാജ്യത്ത് നിന്ന് മാത്രമല്ല, അമേരിക്കയിലോ അല്ല മറ്റേതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഷെയർ മാർക്കറ്റിൽ പ്രശ്നം ഉണ്ടാവും. ഉദാഹരണത്തിന് നമുക്കറിയാം, യുദ്ധമൊക്കെ വരുന്ന സാഹചര്യം വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായി. ഈ അടുത്ത കാലത്തൊക്കെ കൊറോണ സമയത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഷെയർ മാർക്കറ്റിൽ വളരെയേറെ ചേഞ്ചസ് ഉണ്ടായതാണ്. ഷെയർ മാർക്കറ്റ് കംപ്ലീറ്റ് ഇടിഞ്ഞു പോയി. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഷെയർ മാർക്കറ്റ് ഇടിയുമ്പം ഇൻവെസ്റ്റേഴ്സിന് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വരുന്ന സമയത്താണ് അവരെന്ത് ചെയ്യുന്നത്? ഗോൾഡ് പോലുള്ള സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നത്. അങ്ങനെ ഗോൾഡ് പോലുള്ള സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എടുത്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അത് സേഫ് ആണെന്ന് മനസ്സിലാക്കി ഷെയർ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ച് എല്ലാവരും ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ തീർച്ചയായും ഗോൾഡിന്റെ വില വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഗോൾഡ് ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആവുകയും അതോടൊപ്പം തന്നെ തീർച്ചയായും അതിന്റെ വിലയിൽ ഇത്രയും വലിയ ഇൻക്രീസ് ആവുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ നോക്കൂ, കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസമായിട്ട് സ്വർണ്ണത്തിന്റെ വില ചെറുതായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ ഇറാനും ഇസ്രയേലുമായിട്ടുള്ള യുദ്ധമൊക്കെ അവസാനിപ്പിച്ചു. അപ്പൊ ഇനി രാജ്യത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തോന്നിയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? ഷെയർ മാർക്കറ്റ് പതിയെ തിരിച്ചു കയറാൻ തുടങ്ങി. ഇതൊരു ബാലൻസിങ് ഓപ്പറേഷൻ പോലെയാണ്. എക്കണോമിയിൽ ഒരു ബാലൻസിങ് ഓപ്പറേഷനാണ്. ഇവിടെ മറ്റെന്തെങ്കിലും പ്രശ്നം വന്ന് ഷെയറിന്റെ വാല്യൂ കുറയുകയാണ് എങ്കിൽ, ഷെയറിനകത്ത് പ്രശ്നം ഉണ്ടാകുകയാണ്, ഷെയർ മാർക്കറ്റിൽ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് ഗോൾഡിനെ പ്രതിഫലിക്കും. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ അങ്ങനെ വലിയ നല്ല ഒരു സെറ്റപ്പിലാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഗോൾഡിന്റെ വില കുറയും. അപ്പൊ ഇതൊരു ബാലൻസിങ് ഓപ്പറേഷൻ പോലെ ഇങ്ങനെ നിൽക്കും. എങ്കിലും കൂടുതൽ പ്രചാരത്തിൽ ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന റവന്യൂ ആണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത്? ഈ ഷെയർ മാർക്കറ്റ് അഥവാ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എല്ലാ ആസ്പെക്ട്സുകളെയും വളരെ കറക്റ്റായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി അതിന്റെ ഇൻഡെക്സ് വെച്ചുകൊണ്ട് അതിന്റെ മൂവ്മെന്റ്സ് നോക്കി നമ്മൾ ചെയ്യണം. ഇതിന്റെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫണ്ടമെന്റൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ്. ഷെയർ മാർക്കറ്റിൽ പ്ലേ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ട 2 കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസും മറ്റൊന്ന് ടെക്നിക്കൽ അനാലിസിസുമാണ്. അപ്പൊ എന്താണ് ഈ ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായി ഷെയറുകൾക്ക് പ്രൈസിനകത്തുണ്ടാകുന്ന ചേഞ്ചസ്, ആ ചേഞ്ചസിന് അടിസ്ഥാനപരമായിട്ടുള്ള ചില ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ചില കാരണങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കും. അതാണ് ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് എക്കണോമിക് ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ സോഷ്യൽ ഫാക്ടേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഈ പറഞ്ഞിരിക്കുന്ന ചേഞ്ചസ് ആണ്. അതിന്റെ ബൂം പീരീഡ്, ഡിപ്രഷൻ പീരീഡ്, റിക്കവറി, റിസഷൻ പീരീഡ്, റിക്കവറി പീരീഡ് എന്നൊക്കെ പറയുന്ന ബിസിനസിന്റെ സ്റ്റേറ്റ്സ്, അതല്ലെങ്കിൽ അവസ്ഥകൾ, അല്ലെങ്കിൽ ബിസിനസിന്റെ വളർച്ച അല്ലെങ്കിൽ അതിന്റെ താഴ്ച, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഷെയറിന്റെ പ്രൈസിനകത്ത് നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അനാലിസിസിന് വിളിക്കുന്ന പേര് ഫണ്ടമെന്റൽ അനാലിസിസ് എന്നാണ്. അതൊക്കെ പണ്ട് ഓൾഡൻ സിസ്റ്റമാണ്, പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ ഇപ്പം നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഇവിടെ എന്താണ് ഈ ടെക്നിക്കൽ അനാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫണ്ടമെന്റൽ അനാലിസിസിനെ സംബന്ധിച്ചിടത്തോളം ഷെയറിന്റെ പ്രൈസിനകത്തുണ്ടാകുന്ന വ്യതിയാനങ്ങളെയാണ് ബേസ് ചെയ്യുന്നത്. ഒരു ഷെയർ 10 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചു, അതിപ്പോൾ 12 രൂപയായി എന്ന് പറയുമ്പം ആ 10 രൂപയിൽ നിന്ന് ഷെയർ 12 രൂപയായി വർദ്ധിച്ചു എന്നുള്ളതിന്റെ വർധന അല്ലെങ്കിൽ പ്രൈസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചിന്തിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേര് ഫണ്ടമെന്റൽ അനാലിസിസ് എന്നാണ്.
എന്നാൽ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് മോഡേൺ ടെക്നിക്സ് ആണ്. അപ്പോൾ അതിനകത്ത് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഷെയറിന്റെ പ്രൈസ് ഒരിക്കലും തന്നെ നോക്കുന്നില്ല. ഷെയറിന്റെ പ്രൈസിനകത്തുണ്ടാകുന്ന ചേഞ്ചസ് അല്ല, അപ്പം മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, മാർക്കറ്റ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത്, മാർക്കറ്റ് ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയാണോ ആ ചേഞ്ച് അനുസരിച്ച് ഷെയറിന്റെ പ്രൈസിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന നമ്മൾ വിളിക്കുന്ന പേര് ടെക്നിക്കൽ അനാലിസിസ് എന്നാണ്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്. ഒരുപാട് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഷെയർ മാർക്കറ്റിനകത്ത് ഷെയറിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ്സ് ആണ്. ഇവിടെ ഷെയറിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ്സ് എങ്ങോട്ടാണ് എന്ന് നോക്കി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും. ആ ഇൻവെസ്റ്റ്മെന്റ് അവരുപയോഗിക്കുന്ന ടെക്നിക്സ് നമ്മൾ വിളിക്കുന്ന പേര് ടെക്നിക്കൽ അനാലിസിസ് എന്നാണ്. പല കാരണങ്ങൾ കൊണ്ട് ഷെയറിന്റെ പ്രൈസിനകത്ത് മൂവ്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു മാർക്കറ്റിൽ ഷെയറിന്റെ പ്രൈസ് ഒരു അപ്വേഡ് ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ, ഒരു അപ്വേഡ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് എന്നാണ് നമ്മൾ ടെക്നിക്കലായി പറയുന്നത്. എന്താണ് ഈ ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറയുന്നത്? ഷെയർ മാർക്കറ്റിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു ഹയസ്റ്റ് പ്രൈസിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, റൈസിംഗ് ടെൻഡൻസി കാണിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ബുള്ളിഷ് ട്രെൻഡ് എന്നാണ്. മാത്രവുമല്ല ടെക്നിക്കൽ അനാലിസുകാർ പറയുന്നത് അങ്ങനെയാണ്. അതിന് പല തിയറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ തിയറിയിൽ അവർ പറയുന്നത് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഈ ട്രെൻഡ് കാണിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കുമെന്നാണ്. കുറച്ച് കാലത്തേക്ക്, അതായത് ബുള്ളിഷ് ട്രെൻഡ് കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റൈസിംഗ് ടെൻഡൻസി കാണിച്ചു കഴിഞ്ഞാൽ ആ റൈസിംഗ് ടെൻഡൻസി കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, കുറേ കാലത്തേക്ക് അത് നിലനിൽക്കും എന്നുള്ളതാണ്. എന്നാൽ അതേപോലെ തന്നെ ബെയറിഷ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡൗൺ വേർഡ് ട്രെൻഡാണ്. അപ്പോൾ ഒരു ഫോളിംഗ് ട്രെൻഡാണ് ഷെയർ മാർക്കറ്റ് കാണിക്കുന്നെങ്കിൽ തീർച്ചയായും അതും അതുപോലെ തന്നെ കുറച്ചു കാലം ഇങ്ങനെ നീണ്ടു നിൽക്കുമെന്നാണ് ടെക്നിക്കൽ അനാലിസിസുകാർ പറയുന്നത്. അപ്പോൾ ഈ ടെക്നിക്കൽ അനാലിസിസുകാർ ഷെയറിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണ് പോകുന്നത്, ആ മൂവ്മെന്റ്സ് നോക്കി, ആ ചാർട്ട് നോക്കി അനാലിസിസ് നടത്തിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചാർട്ടുകളെയാണ്. നമുക്കറിയാം, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പിന്നെ ഇതിനകത്ത് ഓരോരോ സോഫ്റ്റ്വെയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചാനലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവർ ഷെയറിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ്സിന് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ചാർട്ടുകളൊക്കെ വെച്ച് വളരെ കറക്റ്റായിട്ട് ഷെയറിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ്സ് ഇങ്ങനെ അനാലിസിസ് നടത്തി അതിന്റെ ബേസിൽ ഷെയറിന്റെ മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുമെന്ന് മനസ്സിലാക്കി അതിനകത്ത് ഫോളിംഗ് ട്രെൻഡാണോ റൈസിംഗ് ട്രെൻഡാണോ എന്ന് നോക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടെക്നിക്സ് നമ്മൾ വിളിക്കുന്ന പേര് ഈ പറഞ്ഞിരിക്കുന്ന ടെക്നിക്കൽ അനാലിസിസ് എന്നാണ്. അതാണ് മോഡേൺ ടെക്നിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ പല പല ടെക്നിക്സുകളും തിയറികളും ഉപയോഗിച്ചാണ് ഷെയർ മാർക്കറ്റിൽ ആൾക്കാർ പ്ലേ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഇൻവെസ്റ്റർ മാർക്കറ്റിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഷെയറിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഷെയറിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ്സിനകത്ത് എപ്പോഴാണ് ഇതിന്റെ മാക്സിമം കുറവ് വരുന്നത്, എപ്പോഴാണ് ഇതിന്റെ മാക്സിമം ഹൈ വരുന്നതെന്ന് ഒരു സംശയമുണ്ടാകും. അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നഷ്ടമുണ്ടാകാനുള്ള ഒരു സാധ്യത എന്ന് അത് പറയുന്നത് അതാണ്. ഞാനിപ്പോൾ ഒരു മാർക്കറ്റിൽ ചെന്നിട്ട് ഒരു ഷെയർ വാങ്ങാൻ വേണ്ടി നോക്കുകയാണ്. ഞാൻ ബജാജ് കമ്പനിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഫോസിസിന്റെ ഒരു ഷെയർ വാങ്ങാൻ വേണ്ടി 10 ഷെയർ വാങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഷെയറിന് ഫോളിംഗ് ടെൻഡൻസിയാണ് കാണിക്കുന്നതിരിക്കട്ടെ, ഇൻഫോസിസിന്റെ ഷെയറിന്റെ ഫോളിംഗ് ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്തയെന്ന് പറയുന്നത് ഈ ഷെയറിന്റെ പ്രൈസ് ഇങ്ങനെ കുറയുന്നത് കൊണ്ട് ഇനിയും കുറയുമെന്നാണ്. അപ്പോൾ ഷെയറിന്റെ പ്രൈസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് മാക്സിമം കുറയുമ്പം ഷെയർ വാങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, എനിക്ക് എപ്പോഴാണ് ഈ ഷെയറിന്റെ മാക്സിമം ഇന്ന് തന്നെ ലോവർ സ്റ്റെബിലേക്ക് പോകുന്നതെന്ന് എനിക്ക് ഒരു കാരണവശാലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണ് ഇതിനകത്ത് ഇങ്ങനെ ഫോളിംഗ് ടെൻഡൻസി കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായും അതിങ്ങനെ ഫോളിംഗ് ടെൻഡൻസി എപ്പോഴും കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ ഷെയറിന്റെ പ്രൈസ് കുറയുന്ന സമയത്ത് ആ ഷെയറിന്റെ പ്രൈസ് കുറയുമെന്ന് വിചാരിച്ചുകൊണ്ട് മാക്സിമം എബിലേക്ക് പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് വാങ്ങാൻ പറ്റത്തില്ല, നഷ്ടമുണ്ടാകും. അതേപോലെ നമ്മളെ കയ്യിലിരിക്കുന്ന ഷെയർ ഒരു വിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് അതൊരു റൈസിംഗ് ടെൻഡൻസിയാണ് കാണിക്കുന്നതെങ്കിൽ നമ്മളെന്താ വിചാരിക്കുക, ഇപ്പം വിൽക്കണ്ട, അതിന്റെ മാക്സിമം പ്രൈസിലേക്ക് പോകട്ടെ. അപ്പം മാക്സിമം പ്രൈസിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വിൽക്കാം എന്ന് പറയുന്ന ഒരു ടെൻഡൻസി നമ്മളിൽ ഉണ്ടാവും. കാരണം നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, കൂടുതൽ പൈസ അതിൽ നിന്ന് സേവ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു ഷെയറിന്റെ പ്രൈസ് എത്രത്തോളം മാക്സിമം കുറയുമെന്നോ അതുപോലെ തന്നെ ഒരു ഷെയറിന്റെ പ്രൈസ് എത്രത്തോളം ഹൈ ആവുമെന്നോ നമുക്ക് പറയാനേ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിപരമായ നീക്കം എന്ന് പറയുന്നത് ഷെയറിന്റെ പ്രൈസ് ഫോളിംഗ് ടെൻഡൻസി കാണിച്ചാൽ ആ ടെൻഡൻസി കാണിക്കുന്ന സമയത്ത് നമ്മളത് വാങ്ങുകയും, എന്നാൽ റൈസിംഗ് ടെൻഡൻസി കാണിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അത് വിൽക്കുകയും ചെയ്യണം. സോ നമ്മൾ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ടെക്നിക്സ് അതാണ്. ഫോളിംഗ് ടെൻഡൻസി കാണിക്കുന്ന ഒരു ഷെയർ മാക്സിമം എബിലേക്ക് പോകുന്ന എപ്പോഴാണ് നമുക്കറിയത്തില്ല, തിരിച്ചു കയറാം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ഫോളിംഗ് ടെൻഡൻസി കാണിച്ചു കഴിഞ്ഞാൽ ആ ഫോളിംഗ് ടെൻഡൻസി കാണിച്ച് ഒരു പരിധി എത്തുമ്പോഴത്തേക്ക് ആ ഷെയർ നമ്മൾ വാങ്ങുകയും,
എന്നാൽ റൈസിംഗ് ടെൻഡൻസി കാണിക്കുന്ന സമയത്ത് ആ റൈസിംഗ് ടെൻഡൻസി കാണിക്കുന്ന സമയം അതൊരു പരിധിയാകുമ്പോഴത്തേക്ക് നമ്മളത് വിൽക്കുകയും ചെയ്യണം. അത് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ലിമിറ്റേഷനായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതുപോലെ തന്നെ മറ്റൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിലധികം ഷെയറുകൾ വാങ്ങാം, ഒന്നിലധികം കമ്പനികളുടെ ഷെയറുകൾ വാങ്ങാം. ഷെയറുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തണം. മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കമ്പനിയുടെ ഷെയറിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം പല പല കമ്പനികളുടെ ഷെയറുകളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, പല ഷെയറുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നിന്റെ ലോസ് മറ്റൊന്നിന്റെ പ്രോഫിറ്റിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഒന്നിന്റെ ലോസ് മറ്റൊന്നിന്റെ പ്രോഫിറ്റിൽ സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയുമെങ്കിൽ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നമുക്ക് ഷെയർ മാർക്കറ്റിൽ നിന്ന് വലിയ ലോസ് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്. അപ്പോൾ 10,000 രൂപ ഉപയോഗിച്ച് ഞാൻ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ എടുക്കുന്നതിന് പകരം ഈ 10,000 രൂപ ഉപയോഗിച്ച് ഞാൻ ക്യാപിറ്റൽ റേഷനിങ് നടത്തി ഒന്നിന് ഒരു 4-5 കമ്പനികളുടെ ഷെയറുകളിലേക്ക് എന്ത് ചെയ്തു, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിനെ മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ പലതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഷെയറിൽ നമുക്ക് നഷ്ടം വന്നു പോയി കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം റൈസ് ചെയ്യുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ പ്രൈസ് ഉയരുന്ന ഷെയറിന്റെ ലാഭത്തിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയുന്ന ടെക്നിക്സ് ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സെറ്റ് ഓഫ് എന്ന് പറയുന്ന ആ ടെക്നിക്സ് സെറ്റ് ഓഫ് ചെയ്ത് പോകാൻ പറ്റുന്ന കേസ് അത് ബിഗിനേഴ്സിന് വളരെ ഗുണം ചെയ്യും. പക്ഷേ ഷെയർ മാർക്കറ്റിൽ കുറേ നാൾ നമ്മൾ പ്ലേ ചെയ്ത് വരുമ്പോഴത്തേക്ക് തീർച്ചയായും നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. മാത്രമല്ല ഷെയർ മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ഐഡിയ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഷെയർ മാർക്കറ്റിനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയണം. എങ്ങനെ സയന്റിഫിക് ആയിട്ട് കഴിഞ്ഞ ഷെയറിന് അതിന്റെ പ്രീവിയസ് ബാക്കിംഗ് കംപ്ലീറ്റ് നമ്മൾ പഠിച്ച് ആ ഷെയർ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് അതിന്റെ വളർച്ചാ നിരക്കുകൾ, അതുപോലെ തന്നെ ഇൻഡെക്സുകൾ, അതെങ്ങോട്ടാണ് ഷെയർ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, അപ്പോൾ അതിന്റെ ബിസിനസ്, അങ്ങനെയുള്ള ഇന്റേണൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, അവയർനെസ്, ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടത്, ഇതിനകത്ത് പ്രഡിക്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ എല്ലാ ആസ്പെക്ട്സുകളെയും മനസ്സിലാക്കിക്കൊണ്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ സ്പെക്കുലേഷൻ എന്ന് വിളിച്ചത്. അല്ലാതെ നമ്മൾ ബ്ലൈൻഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ ഗ്യാംബ്ലിംഗ് എന്നാണ് വിളിക്കുന്നത്. പെട്ടെന്ന് ഷെയറിന്റെ പ്രൈസ് ഇങ്ങനെ കൂടുന്നു, അപ്പോൾ അത് കണ്ടുടനെ തന്നെ ഇത് കൂടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഉള്ള പൈസ എല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മൾ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടാവാം, നമുക്ക് വലിയ ലോസ് ഉണ്ടാവാനുള്ള സാധ്യത വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സയന്റിഫിക് സ്റ്റഡി നടത്തുക. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് കമ്പനിയെക്കുറിച്ച് അറിയുക, ഷെയറിനെ കുറിച്ച് അറിയുക. ഉദാഹരണത്തിന് നമ്മൾ IT മേഖലയിലെ ഒരു ഷെയറിനെ കുറിച്ച്, ഒരു ഇൻഫോസിസിന്റെ ഒരു ഷെയറാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ IT മേഖല മൊത്തത്തിലെടുത്ത് നമ്മൾ പഠിക്കണം. അതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രി അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് 3 അനാലിസിസ് ആണ്. ഒരു ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട 3 അനാലിസിസ് നമ്മൾ ചെയ്യണം. ഒന്നാമത്തെ കേസ് എക്കണോമി അനാലിസിസ്. എന്താണ് എക്കണോമി അനാലിസിസ്? ഇപ്പം എങ്ങനെയാണ് എക്കണോമി റിയാക്ട് ചെയ്യുന്നത്, ഹൗ ദ എക്കണോമി റിയാക്ട്, എങ്ങനെ എക്കണോമി റിയാക്ട് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എക്കണോമി എന്ന് പറയുന്നത് ഇപ്പം ബൂം പീരീഡ് ആണോ, ഡിപ്രഷൻ പീരീഡ് ആണോ, അല്ലെ ഇൻഫ്ലേഷൻ പീരീഡ് ആണോ, ഡിഫ്ലേഷൻ പീരീഡ് ആണോ, അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ ഇപ്പം എങ്ങനെയാണ് പൈസയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ്, ഗവൺമെന്റിന്റെ റിപ്പോ റേറ്റ് അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെയൊക്കെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു, എന്നിട്ട് എക്കണോമിയുടെ മൂവ്മെന്റ്സ് മനസ്സിലാക്കി എക്കണോമി എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് വളരെ കറക്റ്റായിട്ട് നമ്മൾ അനാലിസിസ് നടത്തി നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് എക്കണോമി അനാലിസിസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസാണ് നമ്മൾ പറഞ്ഞ ഇൻഡസ്ട്രി അനാലിസിസ്. അപ്പൊ എന്താണ് ഈ ഇൻഡസ്ട്രി അനാലിസിസ് എന്ന് പറയുന്നത്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് കമ്പനിയുടെ സെക്യൂരിറ്റി ആണോ ആ കമ്പനി ഇൻവോൾവ് ചെയ്തേക്കുന്ന ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് ആ ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഇൻഡസ്ട്രി അനാലിസിസ്. ഞാനത് വ്യക്തമാക്കാം. ഞാൻ ഇൻഫോസിസിന്റെ 100 ഷെയർ വാങ്ങാൻ പോവുകയാണ്. അപ്പൊ ഇൻഫോസിസിന്റെ 100 ഷെയർ എന്ന് പറയുമ്പോൾ ഒരു ഷെയറിന് 500 രൂപയുണ്ടെങ്കിൽ 100 ഷെയർ ആകുമ്പോഴത്തേക്കും നമുക്ക് വലിയ എമൗണ്ട് ആയി. അപ്പൊ ഈ ഷെയറിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇൻഫോസിസിനെ കുറിച്ചല്ല നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ എന്താ സംഭവം, ഇൻഫോസിസ് എന്ന് പറയുന്ന IT കമ്പനി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പനി ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ മേഖല, IT കമ്പനി ആസ് എ ഹോൾ, അതിനെ മൊത്തത്തിലെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. IT കമ്പനിയെ മൊത്തത്തിലെടുത്തൊന്ന് പഠിച്ച് അതിനെ ഒന്ന് വിലയിരുത്തി അനാലിസിസ് നടത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫോസിസിന്റെ ഷെയർ വാങ്ങാൻ. അപ്പൊ ഏത് കമ്പനി ഏത് ഇൻഡസ്ട്രിയിലാണോ ഇൻവോൾവ് ചെയ്തേക്കുന്നത് ആ ഇൻഡസ്ട്രി നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുക, എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുക. അതിന് വിളിക്കുന്ന പേര് ഇൻഡസ്ട്രി അനാലിസിസ് എന്നാണ്. അപ്പൊ എക്കണോമി അനാലിസിസും അതുപോലെ തന്നെ ഇൻഡസ്ട്രി അനാലിസിസുമായി.
ഇനിയാണ് നമുക്ക് കമ്പനി അനാലിസിസ്. മൂന്നാമത്തെ കേസിൽ മാത്രമേ നമ്മൾ കമ്പനി അനാലിസിസ് നടത്താവൂ. ആ കമ്പനി അനാലിസിസ് എന്ന് പറയുന്നത് ഇവിടെ ഇൻഫോസിസിന്റെ അനാലിസിസാണ് നമ്മൾ പറയുന്നത്. ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദായം എന്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ, അതിനെ സംബന്ധിച്ചിടത്തോളം വരും വർഷങ്ങളിൽ അതിന്റെ പ്രവർത്തന ശൈലി എന്താണ്, അപ്പൊ അതോടൊപ്പം തന്നെ ഇതിന് ഇന്ററിം ഡിവിഡന്റ് എന്തെങ്കിലും ഇടയ്ക്ക് വെച്ച് ഡിവിഡന്റ് എന്തെങ്കിലും കൊടുത്തിരുന്നോ, അപ്പൊ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കപ്പാസിറ്റി എന്താണ്, അങ്ങനെ പബ്ലിഷ്ഡ് സ്റ്റേറ്റ്മെന്റുകൾ കാണും അതിന്. അപ്പൊ പബ്ലിഷ്ഡ് സ്റ്റേറ്റ്മെന്റുകളെല്ലാം നമ്മൾ എടുത്ത ഇന്റേണൽ ആയിട്ടുള്ള നമുക്ക് അറിവുകളുണ്ടെങ്കിൽ അതുമൊക്കെ നമ്മൾ സംഭരിച്ച് വെച്ച് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കമ്പനിയുടെ ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെന്റൊക്കെ വളരെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ചിട്ടാണ് നമ്മൾ കമ്പനിയെക്കുറിച്ച് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. അങ്ങനെ കമ്പനിയെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺസ് കിട്ടുമോ ഇല്ലയോ, അതെങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ബൗദ്ധികമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തീർച്ചയായും അദ്ദേഹം എന്ത് ചെയ്യണം, എക്കണോമിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ കമ്പനിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിന് ഇതിനെ വളരെ കറക്റ്റായിട്ട് ഈ 3 അനാലിസിസുകൾ നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സയന്റിഫിക് സ്റ്റഡി എന്ന് പറയുന്നത്. അതിനെയാണ് ശരിക്കും നമ്മൾ സ്പെക്കുലേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊരു വലിയ സംഭവമാണ്. ഇത് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കേസാണ്. മാത്രവുമല്ല, ഷെയർ മാർക്കറ്റിൽ ഏറ്റവും പ്രധാനം ഷെയർ ഉണ്ട് എങ്കിൽ അവിടെ റിസ്ക്കുമുണ്ട്. വേറെവർ ദർ ഈസ് ഇൻവെസ്റ്റ്മെന്റ് ദർ വിൽ ബി റിസ്ക്. ഇവിടെ റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഈ ഷെയർ മാർക്കറ്റിലുണ്ട്. എന്താ ഈ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്? ഇവിടെ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഷെയറുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ഗിവൺ ലെവൽ ഓഫ് റിസ്കിൽ നിന്നുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺസിനെ വർദ്ധിപ്പിക്കാൻ കഴിയണം. ഗിവൺ ലെവൽ ഓഫ് റിസ്കിൽ നിന്നുകൊണ്ട് എന്റെ റിസ്ക് ഇത്രയാണ്, എനിക്ക് റിസ്കിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, റിസ്കിനെ കുറയ്ക്കാനേ പറ്റത്തില്ല. പകരം റിസ്കിൽ നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോഴുള്ള പ്രിവെയിലിംഗ് റിസ്കിൽ നിന്നുകൊണ്ട് ഇൻകത്തെ മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ റിട്ടേൺസ് മാക്സിമം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഒരു ഓപ്റ്റിമൈസേഷന്റെ തിയറി എന്ന് പറയുന്നത്. തിരിച്ച് നമുക്ക് എന്താ ചെയ്യുന്ന, പ്രോഫിറ്റ് ഇത്രയേ കിട്ടത്തുള്ളൂ, റിട്ടേൺസ് ഇത്രയേ കിട്ടത്തുള്ളൂ. അങ്ങനെ റിട്ടേൺസ് ഇത്രയേ കിട്ടുള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ റിട്ടേൺസിൽ നിന്നുകൊണ്ട് റിസ്കിനെ മാക്സിമം റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണത്. ഞാൻ നേരത്തെ എന്താ പറഞ്ഞേക്കുന്നത്, റിസ്ക് എത്രയാണോ ആ സെയിം റിസ്കിൽ നിന്നുകൊണ്ട്, റിസ്കിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആ റിസ്കിൽ നിന്നുകൊണ്ട് മാക്സിമം റിട്ടേൺസ് ഉണ്ടാക്കുകയോ, അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺസ് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ആ ഗിവൺ ലെവൽ ഓഫ് റിസ്ക് റിട്ടേണിൽ നിന്നുകൊണ്ട് റിസ്കിനെ മാക്സിമം റെഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്ന ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ ഓപ്റ്റിമൽ എന്ന് പറയുന്നത്, ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലൊരു ടെക്നിക്കാണ്. അപ്പൊ റിസ്കിനെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും, റിസ്കിനെ ലഘൂകരിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ റിസ്കിനെ ലഘൂകരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ റിസ്ക്കുമുണ്ട്. ഒരു വളരെ ഭൗതികമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആ ഇൻവെസ്റ്റർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് റിസ്കിനെ ലഘൂകരിച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ ഹെഡ്ജിങ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ബ്ലൂ ചിപ്പ് കമ്പനികളുണ്ട്, ബ്ലൂ ചിപ്പ് ഷെയറുകളുണ്ട്. എന്താ ബ്ലൂ ചിപ്പ് എന്ന് പറയുന്ന നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡമന്റ് ആയിട്ടുള്ള കമ്പനികളുണ്ട്. ആ ബ്ലൂ ചിപ്പ് കമ്പനികൾ എന്ന് പറയുമ്പോഴത്തേക്ക്, ബ്ലൂ ചിപ്പ് ഷെയർ എന്ന് പറയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് റിട്ടേൺസ് കൊടുക്കുന്ന, കറക്റ്റായിട്ട് പ്രോഗ്രസ് ഉള്ള, കറക്റ്റായിട്ട് ഗ്രോത്ത് ഉള്ള കമ്പനികളുണ്ട്. ആ കറക്റ്റായിട്ട് ഗ്രോത്ത് ഉള്ള കമ്പനികളുടെ ഷെയറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്ന, ബ്ലൂ ചിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഷെയറുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറെ റിസ്കുകളൊന്നും വലുതായിട്ട് വരാറില്ല. നമുക്കറിയാം മാരുതിയുടെ ഷെയർ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എത്ര രൂപയാണ് അതിന്റെ കേസിന്റെ ഫേസ് വാല്യൂ ഇവിടെ കിടക്കുന്നത്, മാർക്കറ്റ് വാല്യൂ ഇവിടെ കിടക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ ഗ്രോത്ത് ഉള്ള സെക്യൂരിറ്റീസ് ഒരുപാടുണ്ട്. നല്ല ഗ്രോത്ത് ഉള്ള സെക്യൂരിറ്റീസ് വളരെയധികമുണ്ട്, ചെറിയ സെക്യൂരിറ്റി ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ വലിയ സെക്യൂരിറ്റി ഉണ്ട്, വലിയ എമൗണ്ട് ഡിനോമിനേഷൻ ഉള്ളതുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും അതിന്റെ റിസ്കിനെ നമുക്ക് ലഘൂകരിച്ചുകൊണ്ടേ ചെയ്യാൻ പറ്റൂ. അപ്പൊ റിസ്ക് എന്ന് പറയുമ്പോൾ ചില റിസ്കുകൾ നമ്മൾ മനസ്സിലാക്കണം. സിസ്റ്റമാറ്റിക് റിസ്ക്കുമുണ്ട്, അൺസിസ്റ്റമാറ്റിക് റിസ്ക്കുമുണ്ട്. എന്താണ് ഈ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിസ്കിനെ നമുക്ക് ഒരിക്കലും ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും നമുക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഹോളായിട്ടാണ് ബാധിക്കുന്നത്. ഇത് ഹോളായിട്ട് ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഉദാഹരണം നമുക്ക് നോക്കാം. ഇപ്പം ഇസ്രയേലും ഇറാനും യുദ്ധം വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഷെയർ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്തു. അപ്പൊ ഷെയറിന്റെ വില കംപ്ലീറ്റ് ഇടിയാൻ തുടങ്ങി. അപ്പൊ ഷെയറിന്റെ വില താഴേക്ക് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നോക്കൂ, ഇത് ആഗോള പ്രതിഭാസമാണ്. ഈ യുദ്ധം എന്ന് പറയുന്നത് ആഗോള പ്രതിഭാസമായതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും അങ്ങനെ വീക്ഷിക്കുന്നത് കൊണ്ട് ഇത് എത്ര കാലം നീണ്ടുപോകുന്നു, ഇതിന്റെ ഗ്രാവിറ്റി എത്രയാണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഷെയർ മാർക്കറ്റിന് ഒരിക്കലും അതനുസരിച്ച് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും എന്ത് ചെയ്യും, ഷെയർ മാർക്കറ്റിൽ അങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതെല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്, ഒരാളെ മാത്രമല്ല. ഇതെന്തെങ്കിലും പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ തടയാൻ പറ്റത്തില്ല.
ഈ റിസ്കിനെ ഒരു കാരണവശാലും നമുക്ക് ലഘൂകരിക്കാൻ പറ്റില്ല. എത്ര തന്നെ പ്രിക്കോഷൻ എടുത്താലും ശരി തന്നെ ഇത് ഒരു എക്കണോമിയെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ്, ഒരു രാജ്യത്തെ മൊത്തം ബാധിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള റിസ്കുകളെ നമ്മൾ വിളിക്കുന്ന പേര് സിസ്റ്റമാറ്റിക് റിസ്ക് എന്നാണ്. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അൺകൺട്രോളബിൾ റിസ്കിനെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ എന്താണ് ഈ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചില പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റിസ്കിനെ ലഘൂകരിക്കാൻ പറ്റും, അതിനെ ഹെഡ്ജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹെഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ലഘൂകരിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള റിസ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞിരിക്കുന്ന അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് റിസ്കുകൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം പറഞ്ഞാൽ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് ഷെയർ മാർക്കറ്റിൽ ഇങ്ങനെ പ്ലേ ചെയ്യണമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടത്, നമ്മൾ പാർട്ടിസിപ്പേറ്ററിയെ നമ്മൾ ജിയോജിത്ത് പോലെ JRG പോലുള്ള ഒരു ഇന്റർമീഡിയറി അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററിയെ പോയി കണക്ട് ചെയ്യുക. അവരുടെ കയ്യിൽ നിന്ന് അവരിലൂടെ നമ്മൾ NSDL ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമുക്കൊരു കോഡ് കിട്ടും. ആ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ആ വിൻഡോ ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഷെയറുകൾ ആഡ് ചെയ്യുക. അങ്ങനെ ഷെയറുകൾ ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡിംഗ് ആരംഭിക്കുക. 9:15 മുതൽ 3:30 വരെയാണ് ട്രേഡിംഗ്. അപ്പോൾ ഡേ ട്രേഡിംഗ് നടത്താൻ നമുക്ക് പറ്റും, അല്ലെങ്കിൽ നമുക്ക് ദീർഘകാല ട്രേഡിംഗ് നടത്താൻ പറ്റും. നമുക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് വലിയ ഡീപ്പായിട്ടുള്ള നോളജ് ഒന്നും ഇല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും നല്ലത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ അങ്ങനെ കുറേ നാളത്തെ കിട്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റേഞ്ചിലേക്ക് എത്തുന്ന സമയമാകുമ്പോൾ ആ ഷെയറിനെ നമുക്ക് വിറ്റ് കാശാക്കി മാറ്റാം. അങ്ങനെ ചെയ്യാം നമുക്ക്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ. കാരണം ഈ കൊറോണ സമയത്തൊക്കെ ഷെയറിനകത്ത് ഭയങ്കര ഇടിവ് വന്നപ്പോഴത്തേക്ക് ആ ഷെയറൊക്കെ അന്ന് വാങ്ങിച്ചിട്ടതിന് ശേഷം പിന്നെ ഇപ്പം നമുക്ക് ആ ഷെയർ വിറ്റപ്പോഴത്തേക്ക് വലിയ എമൗണ്ടൊക്കെ കിട്ടി. കിറ്റക്സൊക്കെ അങ്ങനെ ഒരുപാട് കിറ്റക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഒരുപാട് കിട്ടി. കിറ്റക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പൈസയൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. കാരണം അത് ഭയങ്കരമായി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റൈൽ രംഗത്തെ ഒരു വലിയ സംരംഭമാണ്. മാത്രമല്ല റെക്കോർഡ് പ്രോഫിറ്റൊക്കെയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ വീണ്ടും വീണ്ടും പ്ലാന്റുകളൊക്കെ തുടങ്ങിയാണ്. അപ്പോൾ ആ ഷെയറിന് ഭയങ്കരമായി ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്, ഭയങ്കര ചേഞ്ചസാണ്. അപ്പോൾ അങ്ങനെയുള്ള ഷെയറുകൾക്ക് നമുക്ക് വാങ്ങാം. അങ്ങനെയുള്ള ഷെയറുകൾ വാങ്ങാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഷെയർ മാർക്കറ്റിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഏതൊക്കെ ഷെയറാണ് ഗ്രോത്ത് ഉള്ളത്, ഏതൊക്കെയാണ് വാസ്റ്റ് ചേഞ്ച് ഉള്ളത്, ഏതൊക്കെ ഷെയറുകൾക്കാണ് നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ളത്, അപ്പോൾ അങ്ങനെയുള്ള ഷെയറുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഷെയർ മാർക്കറ്റിന്റെ പ്ലേയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ട്രെൻഡുകൾ മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനൊക്കെ പീരിയോഡിക്കൽസും ജേർണൽസും ഒക്കെ നമ്മൾ വളരെ കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഷെയർ മാർക്കറ്റിൽ വളരെ എഫിഷ്യൻ്റായിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും വലിയ ലാഭം അല്ലെങ്കിൽ വലിയ ബിസിനസ്, വലിയ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ചി, എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചൊക്കെ അടുത്തുള്ളത് കൊണ്ടാണ്. പക്ഷെ നമുക്കൊക്കെ ഈ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ചില മാർഗങ്ങളിൽ ഏറ്റവും നല്ലൊരു അവന്യൂ എന്ന് പറയുന്നത് ഇത് ഷെയർ മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കെയർ വേണം, കുറച്ച് ശ്രദ്ധ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊരു ബിസിനസ് നമ്മൾ ചെയ്താലും റിസ്ക് ഉണ്ട്. അപ്പോൾ ആ റിസ്കിനെ ഏറ്റെടുത്ത് അതിനെ ലഘൂകരിച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഷെയർ മാർക്കറ്റ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ ആണ്. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയും കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ പോലും വീഡിയോ നീണ്ടു പോകുന്നത് കൊണ്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോയിലും കൂടെ ചേർത്ത് പറയുമ്പോഴത്തേക്ക് ഇത് ഏകദേശം ഒരു ധാരണയായി. ഇപ്പം നിങ്ങൾക്ക് നേരത്തെ വീഡിയോയും ഇതും കൂടെ ചേർത്ത് വായിക്കുമ്പോഴത്തേക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഷെയർ മാർക്കറ്റ്, എന്താണ് ഷെയർ മാർക്കറ്റ്, എങ്ങനെ പ്ലേ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വേഗം മനസ്സിലായി കാണും. നമ്മൾ ചില യൂട്യൂബ് ചാനലിലൊക്കെ അവർ പറയുന്നുണ്ട്, വലിയ നിങ്ങൾ പൈസ കൊടുത്ത് 5000-6000 രൂപ കൊടുത്ത് ഇതിൻ്റെ ക്ലാസ്സുകളിലേക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയൊക്കെയാണ്. പക്ഷെ അവർ വളരെ ഡീപ്പായിട്ട് അതിൻ്റെ ടെക്നിക്കൽ ടേമുകളൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കരമായിട്ട് അതിനെ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അതിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ഈ 2 വീഡിയോകളിലൂടെ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ എങ്ങനെ പ്ലേ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സഹകരിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് ഇതുപോലുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഇതിനകത്ത് എന്തെങ്കിലും